പ്രണയമണി തൂവൽ ഭാഗം 15. ഫോൺ ഒന്നുകൂടി മുഴങ്ങിയതും അവൾ ഞെട്ടി. മുന്നിൽ മാറി. ഡ്രൈവിംഗ് സീറ്റിലിരുന്നുകൊണ്ട് അവൾ പറഞ്ഞതും അവൾ വേഗം ഓരത്തേക്ക് ചേർന്ന് നിന്നു. അവൻ വണ്ടി അവളുടെ അരികിലേക്ക് നിർത്തി. നീ എന്താ സ്വപ്നം കണ്ട് നടക്കുകയാണോ? ആണെങ്കിൽ ഈ നടു റോട്ടിൽ വേണ്ട. ഞാനിപ്പോൾ കാണിച്ച കാരുണ്യം എല്ലാവരും കാണിച്ചെന്ന് വരില്ല. അത് ഞാൻ എന്തോ ഓർത്ത് നടന്നപ്പോൾ മതി വണ്ടി കയറ്, അവൻ പറഞ്ഞു. അവളൊന്ന് സംശയിച്ചു. പിന്നെ വണ്ടിയിൽ കയറി. അപ്പി വണ്ടി നേരെ വീട്ടിലേക്ക് വിട്ടു. പോർച്ചിൽ വണ്ടി നിർത്തിയതും ഇരുവരും ഇറങ്ങി. വണ്ടിയുടെ ശബ്ദം കേട്ട് ഗോമതിയും നിമിയും പുറത്തേക്ക് വന്നു. ആഹാ, രണ്ടാളും ഒന്നിച്ചാണല്ലോ വന്നത്. നല്ല കാര്യം തന്നെ. രാവിലെ നീ ഇവളെ മൈൻഡ് ചെയ്യാതെയല്ലേ പോയത്. ഏതായാലും വൈകുന്നേരം ഇവളെ കൂട്ടിക്കൊണ്ടുവരാൻ തോന്നിയല്ലോ, ഗോമതി സന്തോഷത്തോടെ പറഞ്ഞു. അയ്യടാ, ഞാനിവളെ കോളേജിൽ പോയി കൂട്ടിക്കൊണ്ടുവന്നതൊന്നല്ല. പകൽക്കിനാവും കണ്ട് നടു റോഡിലൂടെ നടക്കുന്നത് കണ്ട് പല വണ്ടി ഇടിക്കണ്ടെന്ന് കരുതി കൂട്ടിക്കൊണ്ടുവന്നതാ. അത് കേട്ടത് ഗോമതി അമ്പയപ്പോടെ അവളെ നോക്കി. എന്താ മോളെ? അത് അമ്മായി ബസ് ഇറങ്ങി എന്തോ ഓർത്ത് റോഡിലൂടെ നടന്നു പോയി, അതിനായി പറയുന്നത്, അവൾ അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. അതൊക്കെ ഇവിടെ എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി ഫസ്റ്റ് ഡേ? കോളേജൊക്കെ സൂപ്പറാണോ? നിമ്മി ചോദിച്ചു. പിന്നെ സൂപ്പർ തന്നെ. സ്റ്റുഡൻസിൻ്റെ കാര്യം പറയേ വേണ്ട, എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ തന്നെ. പിന്നെ ഇന്ന് പുതുതായി 2 സ്റ്റുഡൻസ് ഫൈനൽ ഇയറിൽ ജോയിൻ ചെയ്തു. അതിലൊരാൾ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. അവൾ അഭിയെ നോക്കി. അവളൊന്ന് പരിഭ്രമിച്ചു. നിനക്ക് വേണ്ടപ്പെട്ട ആളോ? അതാരാ? ഗോമതി മനസ്സിലാവാതെ ചോദിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ആളാ, എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ആൾ. അവൾ പറഞ്ഞത് കേട്ട് ഗോമതിയും നിമ്മിയും അമ്പരപ്പോടെ വായു പൊളിച്ച് അഭിയെ നോക്കി. അവൻ നിന്ന് പരിഞ്ഞു. എടാ, ഈ കേട്ടത് നേരാണോ? നീ ആ കോളേജിൽ ഡിഗ്രിക്ക് ചേർന്നോ? ഗോമതി ചോദിച്ചു. അത് പിന്നെ അമ്മ, കമ്പനിക്ക് ഇപ്പം നല്ല ലാഭത്തിലാണ് പോകുന്നത്. വൈകാതെ അത് ഇൻ്റർനാഷണൽ ലെവലിൽ എത്തും. അപ്പോൾ എനിക്ക് ഒരു ഡിഗ്രി ഇല്ലെന്ന് പറഞ്ഞാൽ കുറച്ചില്ലല്ലേ. അതുകൊണ്ട് സന്ദീപിനോട് പറഞ്ഞു അവിടെ ഒരു അഡ്മിഷൻ ശരിയാക്കി. എന്നിട്ട് നീ എന്താ ഞങ്ങളോടൊരു വാക്ക് പറയാനത്? അച്ഛൻ ഇതറിഞ്ഞാൽ എന്ത് സന്തോഷമാകുമെന്നും ഗോമതി പറഞ്ഞു. ഓ, എന്നാൽ മൈക്ക് സെറ്റ് വെച്ച് ഈ നാട് മുഴുവനും വിളിച്ചു പറയാൻ ഞാൻ. ഒന്ന് പോവാമ്മേ, ഞാൻ പോയി കുളിച്ചിട്ട് വരാം, അപ്പോഴേക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തേക്കും. അതും പറഞ്ഞ് അവൻ മുകളിലേക്ക് ഓടി. അത് കണ്ട് മൂവരും ചിരിച്ചു. ഏതായാലും അത് നന്നായി ചേച്ചി, അത് നന്നായി. ചേച്ചി, ചേട്ടൻ്റെ ക്ലാസ്സിൽ ചേച്ചിക്ക് ഡ്യൂട്ടി ഉണ്ടോ? ആ ക്ലാസ്സിൻ്റെ ഇൻചാർജ് എനിക്കാണ് തന്നിരിക്കുന്നത്. ആഹാ, അതേതായാലും നന്നായി. കുരുത്തക്കേട് കാണിച്ചാൽ നല്ല പണിഷ്മെൻറ്റ് തന്നെ കൊടുക്കണം. കെട്ടിയനാണെന്നൊന്നും നോക്കണ്ട, നിമ്മ പറഞ്ഞു. ഒന്ന് പോടി, ഗോമതി പറഞ്ഞു. ഞാൻ പോവാണേ, അതും പറഞ്ഞ് അവൾ നടന്നു. പെട്ടെന്ന് പ്രിയയുടെ മുഖത്തെ ചിരി മാഞ്ഞു. എന്തു പറ്റും മോളെ? എന്താ ആലോചിക്കുന്നത്? ഗോമതി ചോദിച്ചു. ഒന്നുമില്ല അമ്മായി, ഞാൻ പറഞ്ഞില്ലേ പുതുതായി 2 സ്റ്റുഡൻസ് അവിടെ ജോയിൻ ചെയ്തു എന്ന്. ഒന്ന് മനുവേട്ടനാ, മറ്റേത്. അവൾ പറയാനൊന്നും മടിച്ചു. എന്താ മോളെ, മറ്റേതാരാ? അത് നീലിമ. ആ പേര് കേട്ടത് ഗോമതി ഞെട്ടി. അവളോ? അവളെങ്ങനെ അവിടെ വന്നു? എന്താ അവളുടെ ഉദ്ദേശം? അറിയില്ല അമ്മായി, പക്ഷേ എന്നെ തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവൾ അവിടേക്ക് വന്നത് എന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. പ്രിയ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എല്ലാം കേട്ട് ഗോമതിയുടെ നെഞ്ചിൽ പേറി. അമ്മായി വിഷമിക്കണ്ട, അവളുടെ സ്റ്റുഡൻ്റ് അല്ലേ, അതുകൊണ്ട് എന്നോട് അധികം പോർവിളിക്ക് വരാനൊന്നും അവൾക്ക് കഴിയില്ല. അല്ല മോളെ, അടിയേറ്റ് പാമ്പാ അവൾ, എന്ത് ചെയ്യാൻ മടിക്കില്ല അവൾ. അതുകൊണ്ട് മോളൊന്ന് സൂക്ഷിക്കണം. എന്നാൽ മോള് പോയി കുളിച്ച് ഈ വേഷമൊക്കെ മാറിവാ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം. അതും പറഞ്ഞ് ഗോമതി അടുക്കളയിലേക്ക് നടന്നു. ഒരു നെടുവീർപ്പോടെ പ്രിയ മുകളിലേക്ക് നടന്നു. പ്രിയ മുറിയിലേക്ക് എത്തുമ്പോഴേക്കും അപ്പി കുളി കഴിഞ്ഞ് വേഷമൊക്കെ മാറി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ചൂളമടിച്ചുകൊണ്ട് അവൻ മുടിച്ചി. അതെ, എന്താ നിങ്ങൾ ചെയ്യുന്നത്? അവൻ വായും പൊളിച്ച് അവളെ നോക്കി. ഇതെന്താണെന്ന് കണ്ടാൽ അറിയില്ലേ, മുടി ചെയ്യുന്നു. അതല്ല ഞാൻ ചോദിച്ചത്, എന്തുദ്ദേശിച്ചില്ല കോളേജിൽ വന്നത് എന്ന്. കോളേജിൽ എന്തിനാണ് എല്ലാവരും വരാറ്? പഠിക്കാൻ.
അത് പഠിക്കണമെന്ന് ബോധമുള്ള കുട്ടികൾ. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. എൻ്റെ ഉദ്ദേശവും അത് തന്നെയാണ്. നീയല്ലേ പറഞ്ഞത് ഡിഗ്രി ഇല്ലാത്തത് എൻ്റെ യോഗ്യത കുറവാണെന്ന്. എന്നാൽ പിന്നെ അതൊരെണ്ണം വാങ്ങി വെച്ചേക്കാന്ന് ഞാനും കരുതി. പിന്നെ പലചരക്ക് കടയിൽ കിലോക്ക് തൂക്കി വിൽക്കുന്ന സാധനമാണല്ലോ അത്. ചെന്ന ഉടനെ വാങ്ങിക്കാൻ. സത്യം പറ, എൻ്റെ ജോലി കളിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ അവിടേക്ക് വന്നേ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, എനിക്കങ്ങനെ ആരെയും ദ്രോഹിക്കണമെന്ന ഒരു ഉദ്ദേശവുമില്ല. ഞാനൊരു കോൾ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ഈ ജോലി കിട്ടില്ലായിരുന്നു. അതിൻ്റെ ചെയർമാൻ സന്ദീപ് എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അവൻ വഴിയാണ് എനിക്കവിടെ അഡ്മിഷൻ കിട്ടിയത്. അതുകൊണ്ട് നിൻ്റെ ജോലി കളയാനാണ് എൻ്റെ ഉദ്ദേശമെന്ന് നീ കരുതണ്ട. ഒരു കാര്യം കൂടി, നീലിമ അവളെങ്ങനെ അവിടെ വന്നു? അവൻ ഒരു നിമിഷം നിന്ന് അവളെ നോക്കി. അവളുടെ കണ്ണുകൾ കലങ്ങി. നിങ്ങൾ പരസ്പരം കാണാൻ വേണ്ടി നിങ്ങൾ തന്നെയാണോ അവൾക്കവിടെ അഡ്മിഷൻ ശരിയാക്കി കൊടുത്തത്? അത് കേട്ടതും അവനും ദേഷ്യം വന്നു. പ്രിയ, അവൻ അവളുടെ ഇരു തോളിലും പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി. അവളൊന്ന് ഞെട്ടി. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ താലി കിട്ടിയ ഒരു പെണ്ണുള്ളപ്പോൾ പൂർവ്വകാമുകിയെ തേടിപ്പോകുന്ന ഒരു ചീപ്പ് ഹസ്ബൻഡാണ് ഞാനെന്ന് നീ കരുതരുത്. അവളുടെ കാര്യമൊന്നും എനിക്കറിയില്ല. ഇനിമേലിൽ ഇങ്ങനൊരു ചോദ്യമോ സംസാരമോ വേണ്ട, കേട്ടല്ലോ? അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു. അവളുടെ ചുണ്ടുകളിൽ ചെറിയ ഒരു പുഞ്ചിരി വിടർന്നു. പിറ്റേന്ന് കാലത്ത് തന്നെ പ്രിയ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നു. മോൾക്ക് ജോലിക്ക് പോകാനുള്ളതല്ലേ, പോയി കുളിച്ച് റെഡിയായിക്കോ. ഇവിടുത്തെ ജോലിയൊക്കെ ഞങ്ങൾ ചെയ്തോളാം, കോമതി പറഞ്ഞു. അത് വേണ്ടമ്മായി, റെഡിയാവാൻ ഇനിയും സമയമുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്തോളാം. അവളും അവർക്കൊപ്പം കൂടി. അങ്ങനെ രാവിലത്തെ ചായയും പലഹാരങ്ങളും ഉച്ചക്കത്തേക്ക് കൊണ്ടുപോകാനുള്ള ചോറും കറികളും എല്ലാം തയ്യാറാക്കി വെച്ച ശേഷം പ്രിയ മുറിയിലേക്ക് ചെന്നു. കട്ടിലിൽ ഫോണും കുത്തി ഇരിക്കുകയായിരുന്നു അബി. അവൾ ഷെൽഫ് തുറന്ന് മാറാനുള്ള ഡ്രസ്സ് എടുക്കുന്നത് കണ്ട് അവനൊരു ഐഡിയ തോന്നി. അവൻ വേഗം ടവലും എടുത്ത് ബാത്റൂമിലേക്ക് ഓടിക്കയറി വാതിലടച്ച്. മനുവേട്ടാ, എന്ത് എനിക്ക് കുളിക്കണം, മര്യാദയ്ക്ക് പുറത്തിറങ്ങ്, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. പറ്റില്ല, എനിക്ക് കുളിക്കണം. ഞാൻ കുളിച്ചിട്ട് നീ കുളിച്ചാൽ മതി. എനിക്ക് കോളേജിൽ പോകാനുള്ളതാണ്, അത് ബസ്സിലൊക്കെ കയറി വേണം പോകാൻ. സമയത്ത് ചെന്നില്ലെങ്കിൽ ബസ്സും കിട്ടില്ല. അത് പുറത്തിറങ്ങ്, ഞാൻ കുളിച്ചിട്ട് നിങ്ങൾ കുളിച്ചോ, അവൾ പറഞ്ഞു. പറ്റില്ല, എനിക്ക് കോളേജിൽ പോകേണ്ടതാണ്, ഞാൻ ആദ്യം കുളിക്കട്ടെ, അവൻ പറഞ്ഞു. അവൾ അക്ഷമയോടെ കുളിമുറിക്ക് മുന്നിലൂടെ നടന്നു. സമയം നോക്കി 8 മണി കഴിഞ്ഞിരിക്കുന്നു. അവൾ ചെന്ന് വാതിലിൽ ശക്തിയെ തട്ടി. ബാദബിൽ മൂളിപ്പാട്ടും പാടി കുളിക്കുകയായിരുന്നു അബി. കുളിച്ചിറങ്ങാറായോ? ഇല്ല, ഇനിയും 1/2 മണിക്കൂർ കഴിയും. അത് കേട്ടതും അവൾ കണ്ണു വീഴ്ച നിന്നുപോയി. 1/2 മണിക്കൂറോ? നിങ്ങളാരാ, ആനയോ? എനിക്ക് കുളിക്കാൻ 1/2 മണിക്കൂറോളം വേണം, പറ്റുമെങ്കിൽ കാത് നിന്നാൽ മതി, അവൻ പറഞ്ഞു. അവൾ ദേഷ്യത്തോടെ കൈ ചുരുട്ടി. നിങ്ങളേതായാലും പുറത്തു വരുമല്ലോ, കാണിച്ചു തരാം ഞാൻ, അവൾ ദേഷ്യത്തോട് പറഞ്ഞു. ആയിക്കോട്ടെ, അകത്തു നിന്നും അവനും ഉറക്കെ പറഞ്ഞു. അവൾ ചെന്ന് ഡ്രസ്സ് എടുത്ത് പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങിയത് പെട്ടെന്ന് നിന്നു. അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ, എനിക്കിട്ട് പണിതതിന് ഒരു മറുപണി വേണ്ട. അവൾ കുളിമുറിയുടെ അരികിലേക്ക് ചെന്നു. ശബ്ദം ഉണ്ടാക്കാതെ പുറത്തുനിന്ന് വാതിൽ പൂട്ടി. പിന്നെ ചിരിച്ചു. ഇനി നിങ്ങളെ അവിടെ തന്നെ ഇരുന്ന് സമയമെടുത്ത് സാവകാശം കുളിച്ചു, അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു. വാതിൽ തുറന്ന് പ്രിയ അകത്തേക്ക് വന്നു. നിമ്മി അപ്പോഴേക്കും കുളിച്ചിറങ്ങി വന്നിരുന്നു. കുളിച്ച് ഇറങ്ങിയിരുന്നു. നിമ്മി, നിന്റെ കുളിയൊക്കെ കഴിഞ്ഞോ? എന്താ ചേച്ചി? അത് മുറിയിലെ ബാത്റൂമിൽ നിന്ന് മനുവേട്ടൻ കുളിക്കാം. മട്ടും പാവം കൊണ്ട് ഇപ്പോഴെങ്കിലും ഇറങ്ങുന്ന ലക്ഷണമില്ല. ഞാൻ ഇവിടുന്ന് കുളിച്ചോട്ടെ? അതിനെന്താ ചേച്ചി കുളിച്ചോ? നിമ്മി പറഞ്ഞു. പ്രിയ വേഗം ബാത്റൂമിലേക്ക് കയറി കുളിച്ച് വേഷം മാറി പുറത്തേക്ക് വന്നു. എന്നാൽ ശരി നിമ്മി, ഞാൻ പോയി റെഡിയാവട്ടെ, അതും പറഞ്ഞ് അവൾ വേഗം മുറിയിലേക്ക് നടന്നു. വെളുക്കുമ്പോൾ കുളിക്കുക പോകുന്ന വഴിവക്കി വെളിക്ക നിന്നവളെ കൊച്ചിക്കിടിച്ചുണ്ട മാവൻ കടിച്ചും കൊന്നെന്നോട് കിന്നാരം പറഞ്ഞവനെ ബാർഡബിൽ കിടന്ന് അഭി നല്ല തകൃതിയായി പാട്ടുപാടി. പെട്ടെന്ന് നിർത്തി. പുറത്തുനിന്ന് നമ്മുടെ തമ്പുരാട്ടിയുടെ ഒച്ചയും അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. ഇനി നിമ്മിയുടെ മുറിയിലേക്ക് എങ്ങാനും പോയി കാണോ കുളിക്കാൻ? അവൻ ആലോചിച്ചു.
എന്തായാലും പോയി നോക്കാം. അവൻ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറക്കാൻ നോക്കി. പറ്റുന്നില്ല. അവൻ ഞെട്ടിപ്പോയി. ഈശ്വര, അവളത് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണല്ലോ. ഇനി എന്താ ചെയ്യുക? അവൻ വാതിലിൽ ശക്തിയെ തട്ടി. എടി പ്രിയ, വാതിൽ തുറക്കടി, എടി തുറക്കാൻ, അവൻ ദേഷ്യത്തോട് പറഞ്ഞു. അപ്പോൾ പ്രിയ അവിടേക്ക് വന്നു. വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ട് അവളൊന്ന് ചിരിച്ചു. അപ്പോൾ എലി കെണിയിൽ വീണു. എനിക്കാണ് കളി. അവൾ വിജയഭാവത്തോടെ ചിരിച്ചുകൊണ്ട് വാതിലിനരികിലേക്ക് ചെന്ന്, അതെ, വാതിൽ തല്ലിപ്പൊളിക്കാനൊന്നും നോക്കണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അവൾ 2 കൈയും കെട്ടി ചുവരും ചാരി നിന്നുകൊണ്ട് പറഞ്ഞു. എടി മര്യാദയ്ക്ക് കഥ തുറക്ക്. അവൻ ദേഷ്യത്തോട് ചീറി. എന്തിന്? ചേട്ടൻ കുളിച്ചിറങ്ങാൻ സമയമായില്ലല്ലോ. അരമണിക്കൂർ അവൻ ഇനിയും 10 മിനിറ്റ് കൂടിയുണ്ട്. ആ 10 മിനിറ്റും കൂടി ചേട്ടൻ വിസ്തരിച്ച് കുളിച്ചോ. ഇടി വേണ്ട വേണ്ട, ഞാൻ ഇറങ്ങി വന്നാലുണ്ടല്ലോ നീ പിന്നെ ഇവിടുന്ന് ഓടേണ്ടി വരും. ഇല്ല ചേട്ടാ, എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കൂടി കഴിച്ചാൽ മതി. ഇഷ്ടംപോലെ സമയമുണ്ട്. അതുകൊണ്ട് എനിക്ക് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകാം. ചാടി കോമഡി അടിക്കാത്ത കഥ തുറക്കടി. തുറക്കാം. ആദ്യം നിങ്ങളെന്നോട് സോറി പറ. സോറിയോ? എന്തിനെന്നോ? എനിക്കൊരു പണി തരാൻ നോക്കിയതിന് എൻ്റെ പട്ടി പറയും. എന്നാൽ പട്ടി വന്ന് പറയട്ടെ, അതുവരെ അവിടെ തന്നെ കിടന്നോ, അവൾ പറഞ്ഞു. ശരി, സോറി, ഇനി ഇത് ആവർത്തിക്കില്ല, പോരെ? മതി, ഞാൻ തുറക്കാം, അവൾ പറഞ്ഞു. അവന് സമാധാനമായി. ഡോർ തുറക്കാൻ ഒരുങ്ങിയതും അവൾ പെട്ടെന്ന് നിന്നു. ഇത്രയും നേരം പൂട്ടിയിട്ടതിന് എന്തായാലും ഒരു ശിക്ഷ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഞാൻ തുറക്കാതിരിക്കുന്നതാണ് എൻ്റെ സേഫ്റ്റിക്ക് നല്ലത്. പിന്നെ ആര് തുറക്കും? അവൾ ആലോചിച്ചു. അപ്പോഴാണ് യമുന അവിടേക്ക് വരുന്നത് അവൾ ജനലിലൂടെ ശ്രദ്ധിച്ചത്. ഇത് തന്നെ വഴി. അതും പറഞ്ഞ് അവൾ വേഗം വാതിൽ തുറന്നു വെച്ച് പുറത്ത് തന്നെ ഒളിച്ചു നിന്നു. എന്താണ് ഇനിയും കഥക് തുറക്കാത്തത്? തുറക്കടി, വാതിൽ തട്ടിക്കൊണ്ട് അഭി പറഞ്ഞു. അവരുടെ മുറിക്ക് മുന്നിൽ എത്തിയ യമുന ശബ്ദം കേട്ട് ഒരു നിമിഷം നിന്നു. മനുവിൻ്റെ ശബ്ദമാണല്ലോ അത്. ഇതെവിടുന്നാ? അവൾ അകത്തേക്ക് കയറി. അപ്പോൾ ബാത്റൂമിൽ നിന്ന് വാതിൽ തട്ടി ബഹളം വെക്കുന്ന അഭിയെ കണ്ടു. ഇവനാരും ഇതിനകത്ത് പൂട്ടിയിട്ടത്? അവളായിരിക്കും. ഏതായാലും തുറന്നു കൊടുക്കാം. അവൾക്കുള്ള ശിക്ഷ അവനെ കൊണ്ട് തന്നെ കൊടുപ്പിക്കാം. അതും വിചാരിച്ച് യമുന വാതിൽ തുറക്കാൻ ഒരുങ്ങി. വാതിലിൻ്റെ ബോൾട്ട് മാറ്റുന്ന ശബ്ദം കേട്ട് അഭി നോക്കി. തുറക്കുന്നുണ്ട്. നിനക്കിതിനൊരു സമ്മാനം ഞാൻ തരുന്നുണ്ടേ. അതും പറഞ്ഞ് അവിടെ വെള്ളം നിറച്ച് വെച്ച ബക്കറ്റ് അവൻ കയ്യിലെടുത്തു. വാതിൽ തുറന്നതും ബക്കറ്റിലെ വെള്ളം അവൻ പുറത്തേക്ക് ഒഴിച്ചു. പ്രതികാരം ചെയ്ത ആത്മനിർവൃതിയോടെ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കിയ അഭി വെള്ളത്തിൽ കുളിച്ച് തന്നെ രോഷത്തോടെ നോക്കുന്ന യമുനയെ കണ്ട് ഞെട്ടി. പുറത്ത് മറിഞ്ഞു നിന്ന് ഇതെല്ലാം കണ്ട് പ്രിയ ചിരി അടക്കി. ആൻറ്റി അപ്പോൾ ഒന്നു രാവിലെ കുളിച്ചില്ലായിരുന്നോ? അവൻ ചമ്മിയ മുഖത്തോടെ ചോദിച്ചു. മിണ്ടരുത് നീ. ബാത്റൂമിൽ കുടുങ്ങിപ്പോയി നിന്നെ സഹായിക്കാൻ വന്നതിന് എന്നോട് കാണിച്ച നന്ദി കൊള്ളാടാ. എന്നെ മുഴുവൻ കുളിപ്പിച്ചു. അപ്പോൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ പ്രിയ അവിടേക്ക് വന്നു. അയ്യോ ആൻറ്റി, ഇതെന്തു പറ്റി? അവൻ ആനയും തലയിൽ കൂടെ വാൾ വെച്ചോ? അത് കേട്ടതും യമുന അവളെ രൂക്ഷമായി നോക്കി. ആനയല്ലടി, നിന്റെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അതും പറഞ്ഞ് യമുന തിരിഞ്ഞു നടന്നു. ദൈവമേ, ഇത് നേരത്താണ് എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത് എന്ന് പിറുപിറുത്തുകൊണ്ട് അവൾ പോയത് പ്രിയ പൊട്ടിച്ചിരിച്ചു. അത് കണ്ട് അഭിക്ക് ദേഷ്യം വന്ന്. എടി, നീ എന്തിനാണ് മുറി പുറത്തുനിന്ന് പൂട്ടിയത്? അത് ശരി, ചേട്ടനല്ലേ പറഞ്ഞത് ചേട്ടനെ വിസ്തരിച്ച് കുളിക്കണമെന്ന്. അതുകൊണ്ട് വേറെ ആരെ ശല്യം ചെയ്യണമെന്ന് കരുതി പൂട്ടി. ഡീ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എന്ത് പറയാം, ഞാനൊരു ഉപകാരം ചെയ്തതല്ലേ. ഉപകാരം? നിന്നെ ഞാൻ. അതും പറഞ്ഞ് അവൻ അടിക്കാനൊരുങ്ങിയതും അവളോടി പിന്നാലെ അവനും. പെട്ടെന്ന് വെള്ളത്തിൽ ചവിട്ടി ഇരുവരും കട്ടിലിലേക്ക് വീണു. അഭിയുടെ ദേഹത്തേക്കാണ് അവൾ വീണത്. ഇരുവരും ഒന്ന് ഞെട്ടി. വീഴ്ചയിൽ പേടിച്ച് ഇരുവരും പരസ്പരം ചുറ്റിപ്പിടിച്ചു. പതിയെ കണ്ണുകൾ തുറന്ന് മുഖമുയർത്തി അവർ പരസ്പരം നോക്കി. അവളുടെ പിടിക്കുന്ന മിഴികൾ കണ്ടതും അവൻ്റെ ഉള്ളം വല്ലാതെ തുടിച്ചു. കാച്ചിൻ്റെ മണമുള്ള മുടിയിഴകൾ അവൻ്റെ മുഖത്ത് വീണതും അവൻ കണ്ണുകളടച്ചത് അത് ആസ്വദിച്ചു. അവളുടെ ഗന്ധം അവൻ്റെ ഞരമ്പുകളെ ചൂട് പിടിപ്പിക്കുന്നതായി അവന് തോന്നി. പ്രിയയുടെ നെഞ്ചിടിപ്പേറി. അവൻ്റെ സ്പർശം വല്ലാത്തൊരു അനുഭൂതി തരുന്നതായി അവൾക്ക് തോന്നി. അവൾ എഴുന്നേൽക്കാൻ ഒരുങ്ങിയതും അവൻ ഇടുപ്പിലെ പിടി ഒന്നുകൂടി മുറുക്കി അവളെ തൻ്റെ ഉടലോട് ചേർത്തു. പതിയെ അവളുടെ കഴുത്തിൽ മുഖം പൊഴുത്തിയതും അവൾ ഞെട്ടിപ്പിഴഞ്ഞു. അവൻ അവളെ മുറുകെ പിടിച്ചു. ഒന്നുകൂടി മുഖം പൊഴുത്തി. അവളൊന്ന് പൊളഞ്ഞു. മനേട്ടാ, അവൾ പതുക്കെ വിളിച്ചു. പകരം അവൻ അവളിലെ പിടി ഒന്നുകൂടി മുറുക്കിയതും
മോളെ എന്ന് വിളിച്ചുകൊണ്ട് ഗോമതി അവിടേക്ക് വന്നു. ഈ രംഗം കണ്ട് അവരൊന്ന് ഞെട്ടി വേഗം തിരിഞ്ഞു നിന്നു. രണ്ടാളും വേഗം എഴുന്നേറ്റു. അപ്പം ചമ്മലവരുടെ വേഗം ഡ്രസ്സ് എടുത്ത് റൂമിലേക്ക് പോയി. എന്താ എന്താ അമ്മായി? അവൾ ചമ്മലോട് ചോദിച്ചു. അല്ല, ബ്രേക്ക് ടൈമിൽ കഴിക്കാൻ രാവിലത്തേക്ക് എന്തെങ്കിലും എടുത്തേക്കണമെന്ന് ചോദിക്കാൻ വന്നതാണ്. ഗോമതി ചമ്മലോട് ചോദിച്ചു. അതൊന്നും വേണ്ട. എന്നാൽ ശരി. അതും പറഞ്ഞ് ചിരിയടക്കി ഗോമതി നടന്നു. പ്രിയ ജാലതയോടെ മുഖം കുനിച്ചു, പിന്നെ ചിരിച്ചു. ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകണ്ടായിരുന്നു ഞാൻ. അടുക്കളയിലേക്ക് വന്ന് സിങ്കിൽ ചാരി നിന്നുകൊണ്ട് ഗോമതി പറഞ്ഞു. മാലിനി ഗോമതിയെ നോക്കി. എന്താ ചേച്ചി ആകെ ഒരു ചമ്മലും ചിരിയും? ഒന്നുമില്ലടി, ഞാൻ വെറുതെ ഒന്നുമല്ല. എന്നോട് പറ ചേച്ചി, മാലിനി പറഞ്ഞു. ബ്രേക്ക് ടൈമിൽ കഴിക്കാൻ എന്തെങ്കിലും സ്നാക്സോ മറ്റോ എടുത്തു വെക്കണമെന്ന് പ്രിയമോളോട് ചോദിക്കാൻ പോയതാണ് ഞാൻ. വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് ഓർക്കാതെ ഞാൻ അകത്തേക്ക് കയറി. അപ്പോൾ രണ്ടാളും കൂടി റൊമാൻസ്. ഞാൻ ആകെ ചമ്മിപ്പോയി. ഗോമതി ലജ്ജയോട് പറഞ്ഞു. ചേച്ചി ആൾ കൊള്ളാമല്ലോ. കല്യാണം കഴിഞ്ഞ് പിള്ളേരല്ലേ, ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അത് പതിവല്ലേ? ഞാനത് ഓർത്തില്ലടി. ഇനി ശ്രദ്ധിച്ചാൽ മതി. രണ്ടാളും ചിരിച്ചു. പുറത്തുനിന്ന് യമുന ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ മനസ്സ് മാറി തുടങ്ങി അല്ലേ? ഇത്രയും പെട്ടെന്ന് നീലിമയെ വിളിച്ചറിയിക്കണം. അതും പറഞ്ഞ് യമുന മുറിയിലേക്ക് ചെന്ന് ഫോണെടുത്ത് നീലിമയുടെ നമ്പർ ഡയൽ ചെയ്തു. കോളേജിലേക്ക് പോകാൻ തയ്യാറാവുകയായിരുന്നു നീലിമ. അപ്പോഴാണ് ഫോൺ അടിച്ചത്. അവൾ അത് എടുത്തു നോക്കി. യമുന ആൻറ്റിയാ, എന്താ ഇത്ര രാവിലെ തന്നെ ഒരു വിളി? അവൾ ആലോചിച്ചു. പിന്നെ കോൾ എടുത്തു. ഹലോ ആൻറ്റി, എൻ്റെ കാലത്ത് തന്നെ വിശേഷിച്ച്? വിശേഷം ഉണ്ടാകും. ഇങ്ങനെ പോയാൽ 2 മാസത്തിനകം തന്നെ വിശേഷം അറിയിക്കും അവൾ. യമുന പറഞ്ഞത് കേട്ട് നീലിമ ഒന്നും മനസ്സിലാകാതെ നിന്നു. ആൻറ്റി എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരുടെ കാര്യം ആൻറ്റി പറഞ്ഞത്? അവളുടെ ആ പ്രിയയുടെ കാര്യം തന്നെ. ഇങ്ങനെ പോയാൽ 2 മാസത്തിനകം കേൾക്കാം അബി ഒരു അച്ഛനാവാൻ പോകുന്നെന്ന വാർത്ത. അത് കേട്ടതും നീലിമ ഞെട്ടി. ആൻറ്റി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? സത്യം, അവൻ്റെ മനസ്സൊക്കെ അവളെ മാറ്റി തുടങ്ങി. ഇന്നുണ്ടായ കാര്യം അറിയുമോ? യമുന എല്ലാം പറഞ്ഞു. അത് കേട്ടതും നീലിമ ദേഷ്യത്തോടെ കൈ ചുരുട്ടി. മോളെ, ചെയ്യാനുണ്ടെങ്കിൽ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യണം. ഇല്ലെങ്കിൽ അഭിമോനെ മോൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. ഓർത്തോ? അതും പറഞ്ഞ് സന്തോഷത്തോടെ യമുന ഫോൺ കട്ട് ചെയ്തു. നീലിമ രോഷത്തോടെ ഫോൺ കട്ടിലിലേക്ക് വലിച്ചെറിഞ്ഞു. പ്രിയ, നീ എൻ്റെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിക്കുകയാണ് അല്ലേ? സമ്മതിക്കില്ല ഞാൻ. ഈ നീലിമ കളി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. കണ്ടോ നീ? എരിയുന്ന കണ്ണുകളോടെ അവൾ പറഞ്ഞു. തുടരും.